പ്രിയപ്പെട്ടവർക്ക് ഹാജസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു 20 സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയിൽ 2023 8-ാം മാസം നടന്ന ക്വസ്റ്റ്യൻ കോഡ് 141 2023 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കോഡിൽ നടന്ന ഒരു യൂണിവേഴ്സിറ്റി LGSുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷയിൽ ചോദിച്ച 20 ചോദ്യങ്ങൾ. പക്ഷേ ഈ 20 ചോദ്യങ്ങളെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡിഗ്രി ലെവൽ അടക്കമുള്ള എല്ലാ പരീക്ഷകളിലും റെഗുലറായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടം ചോദ്യങ്ങളാണ്. നമ്മൾ ആ ചോദ്യങ്ങളെ മാത്രമല്ല പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ആ മേഖല മൊത്തവും കവർ ചെയ്തു പോകുന്ന ഒരു സെഷനാണ്. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടും വരാനിരിക്കുന്ന LP-UP പരീക്ഷകൾ, അതേപോലെ LDC എക്സാമിനേഷനും CPO എക്സാമിനേഷനും ഒക്കെ വളരെയധികം ഗുണപ്പെടുന്ന ഒരു സെഷനായിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക്, ഈ ഒരു സെഗ്മെന്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അതായത് ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാ? ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേരെന്താണ്? ഡെന്റൽ എന്നാണോ, ഇനാമൽ എന്നാണോ, കെരാറ്റിൻ എന്നാണോ, കൊളാജൻ എന്നാണോ? ഏതാണ് കൃത്യമായ പേര്? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥത്തിന്റെ പേര് ഇനാമൽ എന്നാണ്. പല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു 32 പല്ലുകളാണ് പ്രായപൂർത്തിയായ ഒരാളിൽ കാണപ്പെടുന്ന പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 32 പല്ലുകളാണ്. നമ്മുടെ കഴിഞ്ഞ സെഷനിൽ പല്ലുമായി ബന്ധപ്പെട്ട പല്ലുകളുടെ വിവിധ തരങ്ങൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പല്ലും എല്ലുകളിലും കാണപ്പെടുന്ന രാസപദാർത്ഥം എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥത്തിന്റെ പേര് ഇനാമൽ. ഇനാമൽ ദ്രവിക്കാറുണ്ടോ? ഉണ്ട്. ഇനാമൽ ദ്രവിക്കാൻ കാരണമാകുന്ന നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിക്കും. എന്നാൽ PSC ചോദിക്കാറുണ്ട്, സോഫ്റ്റ് ഡ്രിങ്കുകളിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിക്കുന്നത്? അപ്പൊ നമ്മൾ ഉത്തരം പറയണം ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ അടങ്ങിയിരിക്കുന്ന പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിക്കുന്ന പദാർത്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഫോസ്ഫോറിക് ആസിഡ്. എന്നാൽ സാധാരണഗതിയിൽ പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഈ ലാക്റ്റിക് ആസിഡ് ആണ് പേശി ക്രമത്തിന് കാരണം. ഞാൻ ഇരിക്കുമ്പോൾ എഴുതുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് വീഡിയോ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതുന്നത് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. ഓക്കെ, 21ാമത്തെ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേൾക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേരെന്ത് എന്നതായിരുന്നു. നമ്മൾ ഇനാമൽ എന്ന ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത്, നമ്മുടെ വായില്ലേ, നമ്മുടെ വായുടെ മേൽത്തട്ട് എന്ത് പേരിലാണ് അറിയപ്പെടുക? വായുടെ മേൽത്തട്ട് എന്ത് പേരിൽ അറിയപ്പെടും എന്നറിയാമോ? അറിഞ്ഞൂടാ. പാലറ്റ്. നമ്മുടെ വായുടെ മേലറ്റം അറിയപ്പെടുന്ന പേരാണ്, മേൽത്തട്ട് അറിയപ്പെടുന്ന പേരാണ് പാലറ്റ്. നമ്മുടെ മോണയില്ലേ, മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിന്റെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ക്രൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. ദന്തമകുടം. അപ്പൊ നമ്മുടെ മോണയ്ക്ക് പുറത്ത് കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ദന്തമകുടം എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? ക്രൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. മോണയ്ക്കുള്ളിലെ പല്ലിന്റെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ദന്തമൂലം, അല്ലെങ്കിൽ റൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. മോണയ്ക്കുള്ളിലെ പല്ലിന്റെ ഭാഗം ആണ് ദന്തമൂലം എന്നറിയപ്പെടുന്നത്. നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് ഡെൻഡൈൻ. ഡെന്റൽ എന്നല്ല, ഡെൻഡൈൻ എന്നാണ്. ഡെൻഡൈൻ എന്താണെന്ന് ചോദിച്ചാൽ പറയണം, പല്ല് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് ഡെൻഡൈൻ. ഇനി ഈ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ഡെൻഡൈനെ പൊതിഞ്ഞു കാണപ്പെടുന്നതാണ് ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് ഡെൻഡൈനെ പൊതിഞ്ഞു കാണപ്പെടുന്നതാണ് ഇനാമൽ. ഇനാമലിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകമാണ് ഫ്ലൂറിൻ. ഡെൻഡൈന്റെ ഉൾഭാഗം ആണ് പൾപ്പ് ക്യാവിറ്റി. അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പല്ലൊക്കെ എടുക്കാൻ പോകുമ്പോഴേ ഭയങ്കര പെയിന് തോന്നുന്നത് ഈ പൾപ്പ് ക്യാവിറ്റിയിൽ ടച്ച് ചെയ്യുമ്പോഴാണ്. അവിടെയാണ് കൂടുതൽ രക്തക്കുഴലുകളൊക്കെ കാണപ്പെടുന്നത്. അപ്പൊ പല്ലില് രക്തക്കുഴലുകളും അതേപോലെ തന്നെ നെർവുകൾ, നാഡികൾ ഒക്കെ കാണപ്പെടുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ
പൾപ്പ് ക്യാവിറ്റി എന്ന് പറയണം. അപ്പോൾ വായുടെ മേൽത്തട്ടാണ് എന്തോന്ന്? പാലറ്റ്. അപ്പോൾ മോണയുടെ മുകളിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ദന്തമകുടം. അപ്പോൾ മോണയ്ക്കുള്ളിൽ കാണപ്പെടുന്നത് എന്താണ്? ദന്തമൂലം. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡെൻഡൈൻ, അല്ലെ? ഡെൻഡൈൻ കൊണ്ടാണ്. ഈ ഡെൻഡൈൻ്റെ പൊതിഞ്ഞു കാണപ്പെടുന്ന പദാർത്ഥമാണ് ഇനാമൽ. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ. ഡെൻഡൈന്റെ ഉൾഭാഗം അറിയപ്പെടുന്ന പേരാണ് പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റികൾ എന്ത് കാണപ്പെടുന്നുണ്ട്? രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നുണ്ട്. നാഡികളും. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? കഴിഞ്ഞ സെഗ്മെന്റ് കാണാൻ മറക്കരുത്. ഇതിന്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര എന്ന ചോദ്യത്തിന്റെ ഉത്തരം 8. നമ്മുടെ വായിൽ 4 തരം പല്ലുകളാണ് ഉള്ളത്. ആ പല്ലുകളുടെ പേരുകൾ എന്താണ്? ഉളിപ്പല്ല്, കൊമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്ന് പറയുന്ന 4 തരം പല്ലുകളുണ്ട്. ആ പല്ലുകളുടെ അറേഞ്ച്മെന്റ് നമ്പർ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം. പ്രായപൂർത്തിയായ ഒരാളുടെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. 22ാമത്തെ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് കേൾക്കാം. അപ്പോൾ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളെ നമ്മൾ എന്ത് പറയും? പാൽ പല്ലുകൾ എന്നാണ് പറയുക. പാൽ പല്ലുകൾ എന്നാണ്. നമ്മൾ ജനിച്ച ശേഷം മുളയ്ക്കുന്ന പല്ലുകളെ വിളിക്കുന്ന പേരാണ് പാൽപ്പല്ലുകൾ. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം 20 എണ്ണം. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20 എണ്ണമാണ്. ഓക്കെ, ഈ പാൽപ്പല്ലുകൾ ആദ്യം മുളച്ചിട്ട് അത് 7നും 12 വയസ്സിനും ഇടയിൽ ഇതങ്ങ് കൊഴിഞ്ഞു പോകും. പാൽപ്പല്ലുകളാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം വരുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ. 20 എണ്ണം ഉണ്ടാകും. 7 മുതൽ 12 വയസ്സ് വരെയാണ് ഇതിന്റെ ഒരു കാലാവധി. അതിനിടയ്ക്ക് ഇത് എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോകും. ഓക്കെ, ഇനി പാൽപ്പല്ലുകൾ പോയിട്ട് വരുന്ന പല്ലുകളെയാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുക. സ്ഥിരദന്തങ്ങൾ. സ്ഥിരദന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയിട്ട് കൊഴിഞ്ഞു വരുന്ന പല്ലുകളെയാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുക. ഇനി പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന ഇപ്പം ഇത് പാൽപ്പല്ല് പോയിട്ട് വരുന്ന ദന്തങ്ങളെയാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. അത് 32 എണ്ണം. സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 32 എണ്ണമായിരിക്കും. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങളുണ്ട്. അവരെ നമ്മൾ വിവേകദന്തങ്ങൾ എന്നാണ് പറയുക. വിവേകദന്തങ്ങൾ എപ്പോഴും പ്രായപൂർത്തി ആയതിനു ശേഷം മുളയ്ക്കുന്ന പല്ലുകളാണ് വിവേകദന്തങ്ങൾ. ഇതിനെ ബിസ്ഡം ടീത്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ബിസ്ഡം ടീത്ത് എന്ന് പറയും. പ്രായപൂർത്തി ആയതിനു ശേഷം മുളയ്ക്കുന്ന പല്ലുകളാണ് ബിസ്ഡം ടീത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു 4 തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഈ 4 തരം പല്ലുകളിൽ ഉളിപ്പല്ലുണ്ട്, അതുപോലെ തന്നെ കൊമ്പല്ലുണ്ട്, അതേപോലെ അഗ്രചർവണകമുണ്ട്, ചർവണകമുണ്ട്. ഓക്കെ, ഉളിപ്പല്ലുണ്ട്, കൊമ്പല്ലുണ്ട്, അഗ്രചർവണകമുണ്ട്, ചർവണകമുണ്ട്. ഇതിൽ നമുക്ക് ഉളിപ്പല്ല് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. ഓക്കെ, താഴത്തെ നിരയിൽ അപ്പോൾ ഇങ്ങനെ ഉളിപ്പല്ല്, അതുപോലെ കൊമ്പല്ല്. ഇതിനൊരു നമ്പറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിനകത്ത് ഇത് ഈ ഭാഗം വ്യക്തമായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു നമ്പറുണ്ട്. അതായത് നമ്മുടെ വായിലെ ഇത് മുകളിലത്തെ പല്ലുകളാണ്, ഇത് താഴത്തെ പല്ലാണ്. മുകളിൽ 16 പല്ലുണ്ട്, താഴെ 16 പല്ലുണ്ട്. ഓക്കെ, അതിൽ ഈ പല്ലുകളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ 2 പല്ല്, പിന്നെ ഒരു പല്ല്, പിന്നെ ഒരു 2 പല്ല്, പിന്നെ ഒരു 3 പല്ല് ഒരേപോലത്തെ. ഓക്കെ, 2 1 2 3 എന്ന് പറയുന്നതിലാണിത്. ഇതിൽ ഈ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 2 ഉളിപ്പല്ല് ഇവിടെ ഉണ്ടാവും. ഈ ഭാഗത്തും ഈ പകുതിയിൽ ഇങ്ങോട്ട് 2 ഉളിപ്പല്ല്, ഒരു കൊമ്പല്ല്, 2 അഗ്രചർവണകം, 3 ചർവണകം. ഇങ്ങനെയാണ്. അപ്പോൾ ഉളിപ്പല്ല് ഇവിടെ 2 വരും, ഇപ്പുറത്തെ ഡിവിഷനിലും 2 വരും. ഇതേപോലെ മുകളിലും ഇവിടെ 2 വരും, ഇവിടെ 2 വരും. അങ്ങനെ 8 എണ്ണമാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. ഓക്കെ, 23ാമത്തെ ചോദ്യം, ഏത് അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ 20 ചോദ്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 20 ചോദ്യങ്ങൾ, ഈ 21ാമത്തെ ചോദ്യം മുതലാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയണം, ജീവകം സി ആണ്. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടാണ് നമുക്ക് മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഒക്കെ ഉണ്ടാകുന്നത്. സ്കർവി എന്നാണ് രോഗം അറിയപ്പെടുന്നത്. സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നും അറിയപ്പെടുന്നു. ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടാണ് മോണയിലെ പഴുപ്പും രക്തസ്രാവവും ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ എൻ്റെ പൊന്നു പിള്ളേരെ, നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജീവകം എ, അതായത് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഒന്ന് നിശാന്തത. നിശാന്തത എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അതുപോലെ തന്നെ സിറോഫ്താൽമിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഇത് രണ്ടും വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്, അപര്യാപ്തത രോഗമാണ്. അതേപോലെ മറ്റൊരു വൈറ്റമിൻ എപ്പോഴും PSC ചോദിക്കുന്നത്, ഞാൻ പാത്രം പറഞ്ഞു തരാം, വൈറ്റമിൻ B3. വൈറ്റമിൻ B3യുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? നിയാസിൻ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. രോഗത്തിൻ്റെ പേര് പെല്ലഗ്ര എന്നാണ്, പെല്ലഗ്ര. വൈറ്റമിൻ B9ന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ചോദിച്ചാൽ വിളർച്ച എന്ന് പറയണം, വിളർച്ച. ഓക്കെ, വിളർച്ച എന്ന് പറയണം. അതേപോലെ അനീമിയ എന്നാണ് വിളർച്ചയുടെ ഇംഗ്ലീഷ് കേട്ടോ. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അതാണ് ഇവിടെ നമ്മളിപ്പം ഈ ചോദ്യത്തിൽ പറയുന്നത്, സ്കർവി. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗം, കണരോഗം. കുട്ടികളിലാണ് വരുന്നത് കണരോഗം. റിക്കറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, റിക്കറ്റ്. ഓസ്റ്റിയോമലേഷ്യ, മുതിർന്നവരിൽ. ഓസ്റ്റിയോമലേഷ്യ മുതിർന്നവരിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. വൈറ്റമിൻ കെയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം, രക്തസ്രാവം. ഓക്കെ, ബ്ലീഡിങ്. അതേപോലെ വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വന്ധ്യത. വന്ധ്യത എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥ. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വൈറ്റമിനുകൾ നന്നായിട്ട് പഠിക്കണേ. വൈറ്റമിനുകളെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ PSCക്ക് വരും. ഇനി വൈറ്റമിനുകളുടെ ആധിക്യം, വൈറ്റമിനുകൾ ഒരുപാട് നമ്മൾ കഴിക്കാൻ പാടില്ല. വൈറ്റമിനുകളുടെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ജീവകാധിക്യം എന്ന് പറയും. അതായത് ഹൈപ്പർ വൈറ്റമിനോസിസ്. ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ കൂടിപ്പോയി എന്നതുകൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഇനി കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്ന് PSC ചോദിക്കും. അപ്പൊ നമ്മൾ പറയണം, വൈറ്റമിനുകളെ അറിയപ്പെടുന്ന പേരാണ് കോ എൻസൈമുകൾ. മറന്നു പോകരുത്, കോ എൻസൈം എന്നറിയപ്പെടുന്നത് വൈറ്റമിനുകളെയാണ്. ഇനി വൈറ്റമിനുകൾ 2 തരമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളുടെ കോഡാണ് അഡക്. ഇനി ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് BC, ബിയും സിയും. ബി കോംപ്ലക്സ് ആണ്. ബിക്കകത്ത് 8 വൈറ്റമിനുകളുണ്ട്, B1, B2, B3 എന്ന് പറഞ്ഞിട്ട്, B5, B6, B7, B9, B12, ഇങ്ങനെ 8 പേരുണ്ട്. അതിൻ്റെ എല്ലാ ശാസ്ത്രീയ നാമങ്ങൾ നിങ്ങൾ പഠിക്കണം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. കണ്ണ്. എ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉത്തരം പറയണം, കണ്ണ്. പാലിലും മുട്ടയിലും കൂടുതൽ ഏതാണ്? വൈറ്റമിൻ എ. പാല് മുട്ടയിലും കൂടുതൽ ഏതാണ്? വൈറ്റമിൻ എ. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. പാലിലും മുട്ടയിലും കൂടുതലുള്ളത് എ ആണ്, ഇല്ലാത്തത് സി ആണ്. ഇനി പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബീറ്റ കരോട്ടിൻ. ക്യാരറ്റിൽ കാണപ്പെടുന്ന ബീറ്റ കരോട്ടിനാണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്. തവിടിൽ ധാരാളം കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? തവിടിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. തവിടിൽ ധാരാളമായി കാണപ്പെടുന്നത്. ഓക്കെ, ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനുകളാണ് B7, അതേപോലെ തന്നെ B5, അതേപോലെ തന്നെ ജീവകം K. ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനുകളാണ്. ഇനി പാലിന് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്ന വൈറ്റമിൻ ഏതാണ്? റൈബോഫ്ലാവിൻ. ഈ റൈബോഫ്ലാവിൻ വൈറ്റമിൻ B2 എന്നാണ് അറിയപ്പെടുക. അതായത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ പാലിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന വൈറ്റമിനാണ് റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. വൈറ്റമിൻ കൊബാൾട്ട് എന്ന് പറയുന്ന എലമെന്റ് കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B12 ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് സയാനോ കൊബാൽമിൻ എന്ന് പറയുന്ന കൊബാൾട്ട് അടങ്ങുന്ന ഒരു വൈറ്റമിൻ ആണ്. ഓക്കെ, ഈ കൊബാൾട്ട് എന്ന് പറയുന്ന ഒരു എലമെന്റിന് ഒരു ധർമ്മമുണ്ട്.
എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. കൊബാൾട്ടിന്റെ ജോലി എന്താണ്? ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുക. അപ്പൊ അത്യാവശ്യം എല്ലാ എക്സ്പ്ലനേഷനും നമ്മൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സ്പ്ലനേഷനിലും ജീവകങ്ങൾ ഇതേപോലെ കുറെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. 24ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? സാന്ത്വനം, വിമുക്തി, അമൃതം, സുഹൃതം. ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുഹൃതം എന്നാണ്. സുഹൃതം. ക്യാൻസർ, സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുഹൃതം എന്നാണ്. ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. സാന്ത്വനം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് രക്തസമ്മർദ്ദം, ഓക്കെ, പ്രമേഹം, ഈ ഭയങ്കരമായ ഈ രണ്ട് എന്താ പറയുക, നമ്മുടെ ഡെയിലി ലൈഫിലുമായി ബന്ധപ്പെട്ട രണ്ട് രോഗങ്ങളാണ് രക്തസമ്മർദ്ദവും പ്രമേഹവും. ഈ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ്. ഓക്കെ, കുടുംബശ്രീ. നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഈ പദ്ധതികളെല്ലാം PSC ചോദിക്കും. രക്തസമ്മർദ്ദം, അതേപോലെ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഒരു പദ്ധതിയുടെ പേരാണ് എന്തോന്ന്? സാന്ത്വനം എന്ന് പറയുന്നത്. സുഹൃതം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. ക്യാൻസർ, ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ്. കേട്ടോ, മമ്മൂട്ടിയാണ്. അതേപോലെ കേരളത്തെ ലഹരി വിമുക്തമാക്കുക, ലഹരി ഇല്ലാത്ത ഒരു കേരളം ഉണ്ടാക്കുക, അതാണ് പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത്. അതേപോലെ അമൃതം, അമൃതം ആരോഗ്യം. അതായത് 30 വയസ്സില്ലേ, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ജീവിത ശൈലി രോഗങ്ങൾക്ക് ആയിട്ടുള്ള സൗജന്യ രോഗനിർണയം ചികിത്സയും ഒക്കെ ഉറപ്പുവരുത്തുന്ന 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ അതിൻ്റെ എന്താ പറയുക നിർണയം ചികിത്സയും ഒക്കെ ഉറപ്പുവരുത്തുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ് ഏത്? അമൃതം. ആരോഗ്യ പദ്ധതിയാണ് അമൃതം. ഇനി നമുക്ക് ഇതുപോലെ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ. കാരുണ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോട്ടറി അല്ലേ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഓരോ വർഷവും എന്തു കൊടുക്കും? 5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ. ഓക്കെ, ഇത് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത. ഇതുപോലെ ആർദ്രം എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് ആർദ്രം മിഷൻ. അതായത് സർക്കാരിന്റെ ആശുപത്രികളുണ്ടല്ലോ, സർക്കാർ ആശുപത്രി വല്ല അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗികൾക്ക് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? രോഗി സൗഹൃദമാക്കണം. ഓക്കെ, രോഗികളെ വളരെ എന്താ പറയുക, നമ്മൾ ഇന്നത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും പണ്ടത്തെ പോലെ ഇടിയും ചീത്തവിളിയും ഒന്നും ഇല്ലല്ലോ. അതേപോലെ രോഗികളുമായിട്ട് പേഷ്യൻ ഫ്രണ്ട്ലി, പേഷ്യൻ സെൻട്രിക് ആക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം മിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് സമ്പുഷ്ട കേരളം പദ്ധതി. എന്താണ് സമ്പുഷ്ട കേരളം? സമ്പുഷ്ട കേരളം പദ്ധതി എന്താന്ന് ചോദിച്ചാൽ പറയണം. നമ്മുടെ കുട്ടികള് അപ്പം സ്ത്രീകളിലും അതേപോലെ തന്നെ കുട്ടികളിലും പോഷകക്കുറവ് പരിഹരിക്കുക. അതിനു വേണ്ടിയിട്ട് നാഷണൽ ന്യൂട്രീഷന്റെ ഭാഗമായി നടത്തുന്ന വനിതാ ശിശുവികസന പദ്ധതിയുടെ അവരുടെ വകുപ്പിന്റെ പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. ഈ സമ്പുഷ്ട കേരളം പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും പോഷകക്കുറവ് ഉണ്ടാകരുത്, ഈ ഒരു എയിമാണ് ഇതിനുള്ളത്. സ്ത്രീകളിലും കുട്ടികളിലുമുള്ള വിളർച്ച നിരക്ക് കുറയ്ക്കുക, മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക, നവജാത ശിശുക്കളുടെ തൂക്കക്കുറവ് പരിഹരിക്കുക, പുതിയ തലമുറയെ ആരോഗ്യ ശുചിത്വമുള്ളതാക്കി മാറ്റുക. ഇതെല്ലാമാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട എയിം. ഓക്കെ, അപ്പോൾ വ്യക്തമായ ഒരു ധാരണ
24ാമത്തെ ഈ ചോദ്യത്തിന് നൽകാൻ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത ചോദ്യവുമായി ബന്ധപ്പെട്ട് കേൾക്കാം. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കുഷ്ഠം, കോളറ, ഈ 2 രോഗങ്ങളും കൊതുകുകൾ മുഖേന അല്ല. മന്ത്, മലമ്പനി കൊതുകുകൾ മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ കൊതുകുകൾ മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും കുഷ്ഠവും കോളറയും കൊതുക് മുഖേന വരുന്ന രോഗങ്ങൾ അല്ല. 25ാമത്തെ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. കൊതുകുകളിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? കൊതുകുകളാണ് മന്തുണ്ടാക്കുന്നത്, ഡെങ്കി ഉണ്ടാക്കുന്നത്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്നത്, അതേപോലെ ചിക്കൻ ബോക്സ് അല്ല, ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്നത്, ഗുനിയ അതേപോലെ തന്നെ മലേറിയ, ജപ്പാൻ ജ്വരം, ഇതെല്ലാം ആരുണ്ടാക്കുന്നതാണ്? കൊതുക് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. പഠിക്കണേ, കൊതുക് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് മന്ത്, ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, ജപ്പാൻ ജ്വരം. ഇനി ശരീരദ്രവങ്ങളിലൂടെ, ഇത് കൊതുക്. ഓക്കെ, അടുത്തത് ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഒന്ന് കൊറോണ, അതേപോലെ തന്നെ എബോള, അതേപോലെ തന്നെ എയ്ഡ്സ്. ഇതെല്ലാം എങ്ങനെ വരുന്ന രോഗങ്ങളാണ്? ശരീരദ്രവങ്ങളിലൂടെ വരുന്ന രോഗങ്ങളാണ്. അടുത്തത് സമ്പർക്കത്തിലൂടെ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കുഷ്ഠം സമ്പർക്കത്തിലൂടെ വരുന്ന രോഗമാണ്. ചെങ്കണ്ണ് വരും, ചെങ്കണ്ണ് അങ്ങനെ വരുന്ന രോഗമാണ്. ഇനി ഈച്ച വഴി വരുന്ന രോഗം ഏതൊക്കെയാണ്? ഈച്ച വഴി വരുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം. ഈച്ച വഴി വരുന്ന രോഗമാണ് കോളറ. ഓക്കെ, അപ്പം ഇത് നന്നായിട്ടൊന്ന് നോക്കി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. ഇതേപോലെ ഇതിന് മറ്റൊരു എക്സ്പ്ലനേഷനും കൂടെ തരാനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മന്ത് പരത്തുന്നത് ആരാണെന്ന് അറിയാമോ? മന്ത് പരത്തുന്നത് കൊതുകാണ്, ക്യൂലെക്സ് കൊതുകുകൾ. ആരാണ്? ക്യൂലെക്സ്. മലേറിയ പരത്തുന്നത് ആരാണെന്ന് അറിയാമോ? അറിയാം. ആരാണ്? അനോഫിലസ് പെൺകൊതുക്. ഓക്കെ, ഡെങ്കി വരുത്തുന്നത് ആരാണെന്ന് അറിയാമോ? ഡെങ്കി വരുത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന കൊതുകാണ് ഡെങ്കി പരത്തുന്നത്. അതേപോലെ ചിക്കൻ ഗുനിയ പരത്തുന്നത് ആരാണെന്ന് അറിയാമോ? അത് ഈഡിസ് വർഗത്തിൽപ്പെട്ട മറ്റൊരു കൊതുകാണ്. അതിന്റെ പേരാണ് അൽബോപിക്കറ്റ്സ്. ഈഡിസ് അൽബോപിക്കറ്റ്സ്. ഓക്കെ, ഈഡിസ് അൽബോപിക്കറ്റ്സ്. ഇനി ജപ്പാൻ ജ്വരം എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രോഗകാരികളായ വിവിധ കൊതുകുകൾ അത് പരത്താറുണ്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ഇതേപോലെ കുറേ ചോദ്യങ്ങൾ, ഇത് പറഞ്ഞാലൊന്നും തീരത്തില്ല. ഇനി മറ്റൊരു ചോദ്യത്തിൽ കൊതുകുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനും കേൾക്കാം. 26ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് ഉള്ളത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോടാണ്. 26ാമത്തെ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേൾക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതേ കോഴിക്കോട് തന്നെ നമ്മൾ ഉത്തരം പറയണം. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് കോഴിക്കോടാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എവിടെ തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. അതേപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാലും അതും എവിടെ തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. അടുത്തത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊയിലാണ്ടി. എവിടെയാണ്? കൊയിലാണ്ടി. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊയിലാണ്ടിയിലാണ്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ എന്താ പറയുക, ഡിഫൻസ് ഷിപ്പ് ബിൽഡ്, അതായത് നിർദ്ദേശ് എന്നാണ് ഇതിനെ പറയുക. നിർദ്ദേശ് എന്നാണ് പറയുക.
എൻ എന്ന് പറഞ്ഞാൽ നാഷണൽ, ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർ എന്ന് പറഞ്ഞാൽ റിസർച്ച്, ഡി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ്, ഇ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് ഡിഫൻസ് ഷിപ്മെന്റ് ബിൽഡിംഗ് എന്നാണ്. ഓക്കെ, അത് നിർദ്ദേശം എന്നാണ്. ഇത് ചാലിയമാണ്. ചാലിയം കോട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ചാലിയം കോട്ട. ഓക്കെ, ഇന്ത്യയിൽ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്കാണ് UL സൈബർ പാർക്ക്. UL സൈബർ പാർക്ക്. ഓക്കെ, അപ്പം UL സൈബർ പാർക്കിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്കാണ് UL സൈബർ പാർക്ക്. ഇന്ത്യയിൽ ആദ്യത്തെ ജെൻഡർ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെയാണ്? അതിന്റെ പേരെന്താണ്? തന്റേടം ജെൻഡർ പാർക്ക്. തന്റേടം ജെൻഡർ പാർക്ക് എന്നാണ്. ഇനി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് ഇതിന്റെ യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം പൂക്കോടാണ്, വയനാടാണ്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം മാനന്തവാടി, വയനാടാണേ, മാനന്തവാടി. പഴശ്ശിരാജയുടെ ശവകുടീരം മാനന്തവാടിയിലാണ്. എന്നാൽ പഴശ്ശിരാജയുടെ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഹിൽ കോഴിക്കോടാണേ, ഈസ്റ്റ് ഹില്ല് കോഴിക്കോട്. പഴശ്ശി ഡാം കണ്ണൂർ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഫാക്റ്റുകളാണ്. ഇത് മൂന്നും എപ്പോഴും മാറിപ്പോകാറുണ്ട്. പഴശ്ശിരാജയുടെ ശവകുടീരം മാനന്തവാടിയിലാണ്, മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ്. എന്നാൽ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടത്താണ്, തിരുവനന്തപുരത്ത് പട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് വെള്ളനാട്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാടാണ്, മറന്നു പോകരുത്. ഇനി കൊങ്കണി ഭാഷയില്ലേ, കൊങ്കണി ഭാഷാ ഭവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അത് കൊച്ചിയിലാണ്. കൊങ്കണി ഭാഷാ ഭവൻ കൊച്ചി. അവിടെ CBIയുടെ ആസ്ഥാനം അവിടെ തന്നെയാണ്, കൊച്ചിയിലാണ്. CBIയുടെ ആസ്ഥാനവും കൊച്ചിയിലാണ്. ഓക്കെ, അപ്പം അതുപോലെ ഇത് മറന്നു പോകരുത്. അതുപോലെ PSCയുടെ ഒരു ആവർത്തന ചോദ്യമാണ് കേരളത്തിലെ ഒരേ ഒരു പുൽത്തൈല ഗവേഷണ കേന്ദ്രം അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടക്കാലി. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ പറയുകയാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് അത് കൊച്ചിയിലാണ്. KUFOS എന്ന് പറയും, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എന്ന് പറയും. FO ആണേ. ഇത്രയുമാണ് ഈ ഒരു ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ. 27ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അന്തരീക്ഷ വായുവിൽ നൈട്രജന്റെ അളവ് എത്രയാണ്? അന്തരീക്ഷ വായുവിൽ നൈട്രജന്റെ അളവ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഗാദി ബോർഡ് LDയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു. പല ചോദ്യങ്ങളും ആവർത്തന ചോദ്യങ്ങൾ അതേപടി ചോദിക്കാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നൈട്രജന്റെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം 78.08% ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണ്. കണ്ടെത്തിയ ആളിന്റെ പേര് ഡാനിയൽ റുദർഫോർഡ് ആണ് എന്ത് കണ്ടെത്തിയത്? നൈട്രജൻ എന്ന വാതകത്തെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും ഈ ഒരു ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്. അന്തരീക്ഷത്തിൽ നൈട്രജനാണ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്, 78.08% ആണ്. ഇത് കണ്ടെത്തിയത് ഡാനിയൽ റുദർഫോർഡ് ആണ്. രണ്ടാമത് ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ 20.95 ആണ് അതിന്റെ പെർസെൻറ്റേജ്. മൂന്നാമത് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ആർഗൺ ആണ്. 0.934% ആണ് ആർഗണിന്റെ അളവ്. നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ളത്, ഓക്സിജൻ രണ്ടാമത്, ആർഗൺ മൂന്നാമത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഉത്കൃഷ്ടവാതകം ആർഗൺ ആണ്, മറന്നു പോകരുത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറച്ചുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ സെനോൺ ആണ്. സെനോൺ വളരെ കുറവാണ് അന്തരീക്ഷത്തിൽ, 0.00009% ആണുള്ളത്. ഓക്കെ, ഇത്രയും പെർസെൻറ്റേജ് ആണ് അന്തരീക്ഷത്തിൽ സെനോണിന്റെ അളവ്. അന്തരീക്ഷത്തിൽ ഏറ്റവും
കുറച്ചുള്ള ഒരു മൂലകമാണിത്. വളരെ കുറവാണ് ഈ ഒരു മൂലകം. ഓക്കെ, അതുപോലെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണെന്ന് അറിയാമോ? എയറോസോളുകൾ എന്നാണ് അറിയപ്പെടുക. എയറോസോളുകൾ. ഈ സെനോണിൻ്റെ പെർസെൻറ്റേജ് പഠിക്കേണ്ട കേട്ടോ. കാരണം ഹൈഡ്രജൻ 0.0005 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു കൺഫ്യൂസ്ഡ് പോയിന്റ് ആണത്. വേണ്ട, ഇത് പഠിക്കേണ്ട കേട്ടോ. SCRT ടെക്സ്റ്റ് ബുക്കിൽ വേണ്ട. ഇത് എയറോസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങളെ പറയുന്ന പേരാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന പാളി ഏതാണെന്ന് PS ചോദിക്കും. അത് നമ്മൾ ജോഗ്രഫിയിലും പഠിക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ട്രോപ്പോസ്ഫിയർ എന്നാണ് അറിയപ്പെടുക. ട്രോപ്പോസ്ഫിയർ എന്നാണ് അറിയപ്പെടുക. ട്രോപ്പോസ്ഫിയറിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സംയോജന മേഖല എന്നാണ്. എന്താണ്? സംയോജന മേഖല എന്നാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ മീനിങ്. നമുക്ക് അടുത്ത ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക്, അടുത്ത ചോദ്യം കേട്ടിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. 28ാമത്തെ ചോദ്യമാണ്, ചന്ദ്രശങ്കര ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ നെല്ല്, എള്ള്, കരിമ്പ് തുടങ്ങിയ എല്ലാ ഐറ്റംസിൻ്റെയും സങ്കരവർഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് തെങ്ങിൻ്റെ സങ്കരവർഗമാണ്. തെങ്ങിൻ്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. തെങ്ങിൻ്റെ സങ്കരവർഗങ്ങളുടെ പേരുകൾ ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന്, ലക്ഷഗംഗ. ലക്ഷഗംഗ എന്ന് പറയുന്ന തെങ്ങിൻ്റെ ഒരു എന്താ പറയുക, തെങ്ങിൻ്റെ ഒരു സങ്കര വിത്തിനമാണ്, സങ്കരവർഗമാണ് ലക്ഷഗംഗ. അതേപോലെ ആനന്ദഗംഗ, തെങ്ങിലാണ് എല്ലാ ഗംഗയും ഉള്ളത് കേട്ടോ, ആനന്ദഗംഗ. അതേപോലെ തന്നെ കേരഗംഗ, അതേപോലെ തന്നെ കേരശ്രീ, കേരമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കോളും. അതുപോലെ തന്നെ കേരസൗഭാഗ്യ, ഇതിപ്പോൾ തന്നെ പഠിച്ചേക്കണം. തെങ്ങിൻ്റെ സങ്കര വർഗത്തിലുള്ള വിത്തിനങ്ങളാണ് ലക്ഷഗംഗ, ആനന്ദഗംഗ, കേരഗംഗ, കേരശ്രീ, കേരസൗഭാഗ്യ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ നെല്ലിനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. കുരുമുളകിൽ വരുന്ന ഐറ്റങ്ങൾ എപ്പോഴും പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടില്ലായിരുന്നു. അത് കുരുമുളകിൽ വരുന്നതാണ് പന്നിയൂർ. എന്നിട്ട് പന്നിയൂർ കണ്ണൂരാണേ. പന്നിയൂർ 2, 3, 4, 5, 6, 7 ഇതെല്ലാം വെറൈറ്റികളാണ്. പന്നിയൂർ 2, പന്നിയൂർ 4 എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇതെല്ലാം കുരുമുളക്. അതുപോലെ തന്നെ പഞ്ചമി കുരുമുളകാണേ, പഞ്ചമി. ശ്രീകരയും കുരുമുളകാണ്. അപ്പോൾ ഇതെല്ലാം കുരുമുളക് വെറൈറ്റിയാണ്. പന്നിയൂർ ഏത് ജില്ലയാണെന്ന് PSCയുടെ ചോദ്യമുണ്ട്. ഇനി മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ നമ്മൾ എന്തിനാ തേക്കുന്നത്? മഞ്ഞൾ തേക്കുന്നത് മുഖത്തിന് നല്ല കാന്തി വരാനാണ്, അല്ലേ? കാന്തി വരാൻ, എന്നെപ്പോലെ നല്ല സൗന്ദര്യം വരാൻ വേണ്ടിയിട്ടാണ്. ശോഭ കണ്ടോ, അതും ഈ നല്ല മുഖത്തിൻ്റെ പ്രസന്നതയുമായി ബന്ധപ്പെട്ട വാക്കാണ്. സോന, ഓക്കെ. വർണ്ണ കണ്ടോ, മഞ്ഞൾ നല്ല എളുപ്പമാണ് പഠിക്കാൻ. കാന്തി, ശോഭ, സോന, വർണ്ണ. ഇനി അതുപോലെ തന്നെ കറുവപ്പട്ടയിൽ നല്ല വെറൈറ്റികളുണ്ട്. എപ്പോഴും ചോദിക്കുന്നത് സുഗന്ധിനിയാണ്. നല്ല മണമല്ലേ കറുവപ്പട്ട, അല്ലെ? സുഗന്ധിനി. അതുപോലെ തന്നെ നിത്യശ്രീ, അതേപോലെ തന്നെ നവശ്രീ. 2 ശ്രീകളുണ്ട്. ഏതൊക്കെ ശ്രീകളാണ് കറുവപ്പട്ടയിലുള്ളത്? നിത്യശ്രീയുമുണ്ട്, നവശ്രീയുമുണ്ട്. നിത്യശ്രീ, നവശ്രീ. അപ്പം നമ്മൾ കരിമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ചീര എപ്പോഴും ചോദിക്കും. ചീര പഠിക്കണം. ചീര എന്ന് പറയുമ്പം കണ്ണാറ ലോക്കൽ. അതേപോലെ തന്നെ അരുൺ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് അരുൺ. അതുപോലെ തന്നെ കൃഷ്ണശ്രീ എന്ന് മാത്രമല്ല കൃഷ്ണശ്രീ. അതുപോലെ വഴുതനങ്ങയിൽ വരുന്നതാണ് സൂര്യ. അതുപോലെ തന്നെ ശ്വേത. ഓക്കെ, എല്ലാ സിനിമ നടന്മാരും സിനിമാ നടികളും ഇവിടെ ഉണ്ട്. ഹരിത നീലിമ ഇത് പഠിച്ചു വെക്കണേ. അതുപോലെ നിലക്കടലയിൽ വരുന്നതാണ്, നിലക്കടലയിൽ നമ്മൾ നോക്കാതെ പോവും. നിലക്കടലയിൽ വരുന്നതാണ് 2 പേര്. സ്നേഹത്തോടെ നിലക്കടലയെ പഠിക്കണേ. നമ്മൾ സ്നേഹത്തോടെ നിലക്കടല തിന്നുന്നത്. അപ്പം സ്നേഹയും പഠിക്കണം. അതുപോലെ തന്നെ സ്നിഗ്നയും പഠിക്കണം. സ്നിഗ്ന എന്ന് പറഞ്ഞു, അതും പഠിക്കണം. ഓക്കെ. ഇനി മരച്ചീനിയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. മരച്ചീനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മരച്ചീനി പഠിക്കണം. മരച്ചീനിയിൽ കൽപ്പക മരച്ചീനിയാണ്. അതേപോലെ നിധി കുഴിച്ചല്ലേ നമ്മൾ എടുക്കണേ. അപ്പം
ശ്രീജയ, ശ്രീജയ. അതുപോലെ തന്നെ ശ്രീ വെച്ച് ശ്രീയിൽ തുടങ്ങുന്ന കുറേ സാധനങ്ങളുണ്ട്. ശ്രീവിജയ. അതുപോലെ തന്നെ ശ്രീ പത്മനാഭ, പത്മനാഭ. അതുപോലെ തന്നെ ശ്രീരേഖ, കുറേ ശ്രീകളുണ്ട്. ഒന്ന് വായിച്ചാൽ മതി, 1-2 തവണ വായിക്കുമ്പോൾ കിട്ടിക്കോളും. ശ്രീ വിശാഖ, എപ്പോഴും ചോദിക്കുന്നത് ശ്രീ വിശാഖാണ്. ശ്രീ വിശാഖാണ് മരിച്ചിന്ന് എപ്പോഴും ചോദിക്കുന്നത്, അത് പഠിക്കണം. ഇനി നമുക്ക് ഇത്തിരി എരിവുള്ളൊരു സാധനം പഠിക്കാം, മുളക്. വെണ്ട കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മുളക്, മുളക്, മുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നാൽ നമ്മൾ ജ്വാലാമുഖിയാകും. ജ്വാലാമുഖി, തിന്നുമ്പോൾ തന്നെ ഒരു തീ വരും, ജ്വാലാമുഖി. അതേപോലെ തന്നെ ജ്വാലാമുഖിയുണ്ട്, ജ്വാലാസഖിയുണ്ട്. ജ്വാലാമുഖിയുണ്ട്, ജ്വാലാസഖിയുണ്ട്, പിന്നെ ജ്വാലയുണ്ട്. തിന്നണ ആൾക്കാരെല്ലാം ഈ മുളക് തിന്നാൽ ഉടൻ തന്നെ നമ്മൾ ഉജ്ജ്വലമാവും, ഉജ്ജ്വലമാവും. മുളക് തിന്നുമ്പോൾ എന്തോ ഒരു അനുഗ്രഹം കിട്ടിയതുപോലെ തോന്നും, അനുഗ്രഹ. മുളക് തിന്നു കഴിയുമ്പോൾ സമൃദ്ധമായി അനുഗ്രഹം കിട്ടിയതുപോലെ തോന്നും, സമൃദ്ധി. ഇത് തിന്നണമെങ്കിൽ എവിടെ പോയി തിന്നണം? എവിടത്തെ മുളക തിന്നേണ്ടത്? വെള്ളയാണിയിലെ മുളക് തിന്നണം, വെള്ളയാണി. ഇത് തിന്നുന്നവൻ അതുല്യ പ്രതിഭയായി മാറും, അതുല്യ. ഇത്രയും സാധനങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്കിതിനകത്ത് പറയേണ്ട വേറൊരു സാധനം എന്ന് പറയുന്നത് ഒരു പാവൽ പറയണം. പാവൽ, പാവൽ, പാവലില് പ്രിയയുണ്ട്. ഓക്കെ, രണ്ടും അത് ഞാൻ സാധാരണ പറയാറുള്ളത് പ്രീ എന്നാണ്. പ്രിയ, പ്രീതി, പ്രിയങ്ക, ഇങ്ങനെയാണ് ഞാൻ പ്രീ. അപ്പോൾ പ്രിയ, പ്രീതി, പ്രിയങ്ക, ഇത് 3 പേരും പാവലാണ്. പടവലം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. വെള്ളരി, വെള്ളരിയിൽ വരുന്നത് മുടിക്കോട്, മുടിക്കോട്. ഓക്കെ, മുടിക്കോട്. അതേപോലെ അരുണിമ, അരുണിമ. അതേപോലെ തന്നെ സൗഭാഗ്യ, സൗഭാഗ്യ. ഓക്കെ, സൗഭാഗ്യ. ഇത്രയുമാണ് അതിനകത്ത് വരിക. ഓക്കെ, അപ്പോൾ അത് അത്രയും കൃത്യമായി അടിപൊളിയായിട്ട് പഠിച്ചോണം. 29ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേര്? ഓപ്ഷൻ ഒന്നും നോക്കണ്ട, കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രത്യേകത, ഇത് കണ്ടെത്തിയ ആളിന്റെ പേര് തെനാർഡ് എന്നാണ്. തെനാർഡ് +1 ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. തെനാർഡ്, അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രകൃതി സൗഹൃദ പദാർത്ഥമാണ്. ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ്. ഫേഷ്യൽ ചെയ്യാൻ ബ്യൂട്ടി പാർലറുകളിൽ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. കറ കളയാനുള്ള ഒരു അപാരമായ കഴിവ് ഈ ഒരു പദാർത്ഥത്തിനുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് മെഴുകുകൊണ്ട് ആവരണം ചെയ്ത ബോട്ടിലുകളിൽ സൂക്ഷിക്കുന്ന പദാർത്ഥമാണ്. മെഴുകുകൊണ്ട് ആവരണം ചെയ്ത ബോട്ടിലുകളിൽ സൂക്ഷിക്കുന്ന പദാർത്ഥമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. മെഴുകുകൊണ്ട് ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന മൂലകം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ലിഥിയമാണ്, ലിഥിയമാണ്. 29ാമത്തെ ചോദ്യം കൃത്യമായ ഉത്തരം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഉത്തരം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നാണ്. 29ാമത്തെ ചോദ്യത്തിന്റെ ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കാം. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെനാർഡ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് കണ്ടെത്തിയത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ മുട്ടത്തോടില്ലേ, മുട്ടത്തോടിൽ കാണപ്പെടുന്ന രാസസംയുക്തം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ് പറയേണ്ടത്, കാൽസ്യം കാർബണേറ്റ്. മുട്ടത്തോട്, ചോക്ക്, കക്ക, ചിപ്പി, മാർബിൾ, ഇതിലെല്ലാം കാണപ്പെടുന്ന രാസപദാർത്ഥമാണ് കാൽഷ്യം കാർബണേറ്റ്. മറന്നു പോകരുത്. ഇനി രാസവളത്തിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവള നിർമ്മാണത്തിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാലത്തിയോൺ. എന്താണ് മാലത്തിയോൺ എന്ന കീടനാശിനി, ഇതൊരു കീടനാശിനിയാണ്. മാലത്തിയോൺ എന്ന് പറയുന്ന കീടനാശിനിയിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഓർഗാനോഫോസ്ഫേറ്റ് ആണ് മാലത്തിയോൺ എന്ന് പറയുന്ന കീടനാശിനിയിലെ പ്രധാന ഘടകം. ഇനി ബോർഡോ മിശ്രിതം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ബോർഡോ മിശ്രിതം. ഇതിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പറയണം ബോർഡോ മിശ്രിതം എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ്, ചുണ്ണാമ്പ് വെള്ളം.
ഇനി സയനൈഡ് വിഷബാധ ഏൽക്കുന്ന ആൾക്കാരുണ്ട്. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവർക്ക് നൽകുന്ന രാസവസ്തു ഏതാന്ന് ചോദിച്ചാൽ പറയണം. സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് ആണ് സയനൈഡ് ബാധിതർക്ക് നൽകുന്ന പദാർത്ഥം. ബദാമിന്റെ മണം കണ്ടു കഴിഞ്ഞാൽ ബദാം പൗഡർ ആണെന്ന് തോന്നും. ബദാമിന്റെ മണമുള്ള വിഷവസ്തുവാണ് പൊട്ടാസ്യം സയനൈഡ്. ബദാമിന്റെ മണമുള്ള വിഷപദാർത്ഥമാണ് പൊട്ടാസ്യം സയനൈഡ്. ഇനി നമ്മുടെ കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിലൊക്കെ ഉപയോഗിക്കുന്ന സുരക്ഷ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സോഡിയം അയഡൈഡ്. അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ സയനൈഡ് വിഷബാധ വന്നു കഴിഞ്ഞാൽ സോഡിയം തയോസൾഫേറ്റ് ആണ്. സൾഫേറ്റ്. മുട്ടത്തോടിൽ എന്താണ്? കാൽസ്യം കാർബണേറ്റ്. രാസവളങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. 30ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 30ാമത്തെ ചോദ്യം ലോക വന ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ലോക വനദിനം മാർച്ച് 21. ലോക വനദിനം ആയി ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം മാർച്ച് 21-നാണ്. മറക്കരുത്, ആവർത്തന ചോദ്യമാണ്. ലോക വനദിനം നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ലോക വനദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 21. 30ാമത്തെ ചോദ്യത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ലോക വനദിനം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് 21 ലോക വനദിനം 2023 തീം എന്താണെന്ന് അറിയാമോ? ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നാണ്. എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. ഇതാണ് അതിൻ്റെ ഒരു മോട്ടോ, അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഈ 2022 ലോക വനദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ്സ് ആൻഡ് സസ്റ്റൈനബിൾ ഓക്കെ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ എന്നാണ്. ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ എന്നാണ്. അപ്പൊ 21 മറക്കരുതേ, മാർച്ച് 21. ആർമി ദിനം എന്നാണ്. ആർമി ദിനം ജനുവരി 15 ആർമി ദിനം. നാവികാ ദിനം എന്നാണ്. നാവികസേനാ ദിനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പറഞ്ഞേ, ഡിസംബർ 4. വ്യോമസേനാ ദിനം എന്നാണ്. വ്യോമസേനാ ദിനം ഒക്ടോബർ 8. വ്യോമസേനാ ദിനം എന്നാണ്? ഒക്ടോബർ 8. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ലോക വനദിനം പഠിക്കുമ്പോൾ ജലദിനം പഠിക്കണം. ജലദിനം മാർച്ച് 22 തൊട്ടടുത്ത ദിവസമാണ്. മാർച്ച് 22 23 കൂടെ പഠിക്കണം. കാലാവസ്ഥാ ദിനം അത് മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 21 വനദിനം. ലോക വനദിനമാണ് മാർച്ച് 21. 22 ജലദിനം, കാലാവസ്ഥാ ദിനം മാർച്ച് 23. ലോക സാക്ഷരതാ ദിനം മറന്നു പോകരുത്, സെപ്റ്റംബർ 8 സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനം. 31ാമത്തെ ചോദ്യം ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ജോൺ ഡാൾട്ടൺ എന്നാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ എല്ലാ പോയിന്റുകളും. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത്. ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന് പേര് കൊടുത്തത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റത്തിന് പേര് നൽകിയത്. ആറ്റത്തെ സംബന്ധിക്കുന്ന 6 പോയിന്റുകൾ എഴുതി തയ്യാറാക്കി ആറ്റം സിദ്ധാന്തം, മോഡേൺ അറ്റോമിക് തിയറി ഉണ്ടാക്കിയത് ജോൺ ഡാൾട്ടൺ. അതിനെ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി എന്നാണ് അറിയപ്പെടുക. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. മോഡേൺ അറ്റോമിക് തിയറി വാസ് പോസ്റ്റുലേറ്റഡ് ബൈ ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റോമിക് തിയറി കൊണ്ടുവരുന്നത്. അതിൽ 1ാമത്തെ പോയിന്റിൽ പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ജോൺ ഡാൾട്ടന്റെ തിയറിയിലെ 1ാമത്തെ പോയിന്റാണ്. 2ാമത്തെ പോയിന്റ് ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഒരുപോലെ സ്വഭാവമുള്ളവരായിരിക്കും. 2ാമത്തെ പോയിന്റ് പറയുന്നത് വ്യത്യസ്തമായ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും. 4ാമത്തെ പോയിന്റ് പറയുന്നത്
വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നാണ് സംയുക്തമുണ്ടാകുന്നത്. അടുത്തത് 5ാമത്തെ പോയിന്റ് പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഓക്കെ, ആറ്റത്തെ വിഘടിപ്പിക്കുവാനോ അല്ലെങ്കിൽ മുറിക്കുവാനോ ഒന്നും കഴിയില്ല. ഇങ്ങനെ കുറെ പോയിന്റുകൾ ചേർന്നതാണ് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ആറ്റം കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാലും ജോൺ ഡാൾട്ടന്റെ പേര് തന്നെ നമ്മൾ പറയണം. എന്നാൽ ജോൺ ഡാൾട്ടന് മുമ്പെന്നല്ല, ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിക്ക് സമാനമായി നമ്മുടെ ഭാരതത്തിലൊരു മുനി ഇതേപോലെ ഒരു കണിക ആറ്റത്തെക്കുറിച്ചൊരു സിദ്ധാന്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പരമാണു സിദ്ധാന്തം എന്നാണ്. അത് കണാദൻ എന്ന് പറയുന്ന ഒരു മുനിയാണ്. പരമാണു സിദ്ധാന്തം അതും കൂടെ ഒന്ന് ഓർമ്മിച്ചിരിക്കണം. ആറ്റത്തിന്റെ ആധുനിക ആറ്റം സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ, ആറ്റം കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാലും, ആറ്റത്തിന്റെ അറ്റോമിക മാസ് കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാലും നമ്മൾ നിസ്സംശയം ഉത്തരം പറയാം, അത് ജോൺ ഡാൾട്ടൻ ആണ്. 32ാമത്തെ ചോദ്യം, സിങ്കിന്റെ അയിര് ഏതാണ്? പീരിയോഡിക് ടേബിളിൽ 30ാമത്തെ എലമെന്റ് ആണ് സിങ്ക്. സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റുകളിൽ വരുന്ന കാഡ്മിയം, മെർക്കുറി, സിങ്ക് ഇവരെ 3 പേരെയുമാണ് കാഡ്മിയം, മെർക്കുറി, സിങ്ക് ഇവരെ 3 പേരെയും കപട സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുക. സിങ്കിന്റെ അറ്റോമിക് നമ്പർ 30 ആണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു ലോഹത്തെ സിങ്ക് കൊണ്ട് ആവരണം ചെയ്യുന്നതിനെ ഗാൽവനൈസേഷൻ എന്ന് വിളിക്കും. അതായത് നാശത്തിന് വിധേയമാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ലോഹത്തെ സിങ്ക് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുക. ഇനി സിങ്കിന്റെ അയിരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അയിരിന്റെ പേരാണ് കലാമിൻ. സിങ്കിന്റെ അയിരിന്റെ പേരാണ് കലാമിൻ. 32ാമത്തെ ചോദ്യം, സിങ്കിന്റെ അയിര് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കലാമിൻ. സിങ്കിന് വേറെ അയിരുണ്ടോ? ഉണ്ട്. ഏതാണത്? സിങ്ക് ബ്ലെൻഡ്. അതുപോലെ സിൻസൈറ്റ് എന്നും പറയും. സിൻസൈറ്റ് സിങ്കിന്റെ അയിരുകളാണ്. അതേപോലെ കോപ്പറിന്റെ അയിരുകളാണ് കുപ്രൈറ്റ്. കോപ്പറിന്റെ അയിരാണ്. മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ് ഇതെല്ലാം ആരുടേതാണ്? കോപ്പറിന്റെ അയിരുകളാണ്. ഇരുമ്പിന്റെ അയിര് ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ് അല്ലെ, മാഗ്നറ്റൈറ്റ് അല്ലെ, അയൺ പൈററ്റിസിനെയാണ് നമ്മൾ വിഡ്ഢികളുടെ സ്വർണം എന്ന് പറയുന്നത്, അയൺ പൈററ്റിസ്. അപ്പോൾ കോപ്പറിന്റെ അയിരുകളാണ് കുപ്രൈറ്റ്, മാലക്കൈറ്റ്, ചാർക്കോലൈറ്റ്. ഇരുമ്പിൻ്റെതാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ്. സോഡിയത്തിന്റെ അയിരുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സോഡിയത്തിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? റോക്ക് സാൾട്ട്, NaCl എന്ന് പറയും, റോക്ക് സാൾട്ട്, ഉപ്പുപാറകൾ. ചിലി സോൾട്ട് പീറ്റർ. സോഡിയം നൈട്രേറ്റിനെയാണ് ചിലി സോൾട്ട് പീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അംഫിബോൾ, ബൊറാക്സ് ഇതെല്ലാം സോഡിയത്തിൻ്റെതാണ്, മറന്നു പോകരുത്, സോഡിയത്തിൻ്റെതാണ്. പൊട്ടാസ്യത്തിന്റെ അയിരുകളാണ് സിൽവിൻ പൊട്ടാസ്യത്തിന്റെ അയിരാണ്. കാർണലൈറ്റ് പൊട്ടാസ്യത്തിന്റെ അയിരാണ്. അതുപോലെ തന്നെ ഫെൽസ്പാർ, അതുപോലെ തന്നെ സോൾട്ട് പീറ്റർ ഇതെല്ലാം പൊട്ടാസ്യത്തിന്റെ അയിരുകളുടെ പേരുകളാണ്, മറക്കരുത്. മഗ്നീഷ്യത്തിന്റെ അയിരിന്റെ പേരാണ് മാഗ്നസൈറ്റ്. അതുപോലെ തന്നെ കാർണലൈറ്റ്. അതുപോലെ തന്നെ കാർണലൈറ്റ് പൊട്ടാസ്യമാണ്. കാർണലൈറ്റ് വേണ്ട. ഡോളമൈറ്റ് മഗ്നീഷ്യമാണ്, ഡോളമൈറ്റ്. അതേപോലെ മഗ്നീഷ്യത്തിൻ്റെതാണ് കാൽസൈറ്റ്. കാൽഷ്യത്തിന്റെ അയിരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജിപ്സം പറയണം. കാൽഷ്യത്തിന്റെ അയിരാണ് ജിപ്സം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് ഫ്ലൂറോസ്പാർ, ഇത് അയിരാണ്, ഫ്ലൂറോസ്പാർ. ടിന്നിൻ്റെതാണ് SN ആണ് ടിന്നിൻ്റെത്, സിമ്പല് കാസിറ്ററൈറ്റ് കേട്ടോ. ലെഡിൻ്റെതാണ് ഗലീന. ഈ ലീ എടുത്തു കഴിഞ്ഞാൽ ലിതാർജ്. ഇതെല്ലാം ലെഡിന്റെ അയിരുകളാണ്. അടുത്ത ചോദ്യവും എക്സ്പ്ലനേഷനിലേക്ക് പോകാം. 33
PSCയുടെ സ്ഥിരം ചോദ്യങ്ങളിൽ ഒരു ചോദ്യം തന്നെയാണ്, നിരവധി പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ളത് ആണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഉത്തരം പറയേണ്ടത് ഹീലിയം എന്നാണ്. ഹീലിയമാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ടവാതകം. നമുക്കറിയാം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങളിൽ ഒന്നാണ് ഹീലിയം എന്ന് പറയുന്ന വാതകം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. ഹീലിയം എന്ന വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. സൂര്യൻ ഹീലിയമാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നത്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, മാസ് നമ്പർ 4 ആണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, മാസ് നമ്പർ 4 ആണ്. ഹീലിയം ഉണ്ടാകുന്നത് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ്. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ചേർന്ന് ഉണ്ടാകുന്ന ഒരു എലമെന്റ് ആണ് ഹീലിയം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 34ാമത്തെ ചോദ്യം, ഭൂവൽക്കം. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് എർത്ത് ക്രസ്റ്റ് എന്ന് നമ്മൾ പറയും. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ എർത്ത് ക്രസ്റ്റ് എന്നാണ് പറയുക. ഈ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ഓക്സിജൻ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ ഭൂവൽക്കം എന്ന് പറയും. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണെങ്കിൽ രണ്ടാമത് സിലിക്കൺ ആണ്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ്. ഒന്നാമത്തെ മൂലകം ഓക്സിജൻ, എന്നാൽ രണ്ടാമത്തെ മൂലകം സിലിക്കൺ. ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഉത്തരം അലുമിനിയം. ലോഹം അലുമിനിയമാണ്. എന്നാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഏറ്റവും കൂടുതലുള്ള ഹാലോജൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ. അതായത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഹാലോജൻ ഏതെന്ന് ചോദിച്ചാൽ ഫ്ലൂറിൻ എന്ന് പറയണം. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അല്ലെങ്കിൽ വാതകം എന്ന് ചോദിച്ചാൽ ഉത്തരം ഓക്സിജൻ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള വാതകം അല്ലെങ്കിൽ മൂലകം ചോദിച്ചാലും ഉത്തരം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ. എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്, മറന്നുപോകരുത്. രണ്ടാമത് ഹീലിയമാണ്, മൂന്നാമതാണ് ഓക്സിജൻ. പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ 74%, ഹീലിയം 24%, ഓക്സിജൻ 1%. പ്രപഞ്ചം ഈ കണക്കുകൾ അറിയണം, ഇതൊക്കെ പണി തരും നമുക്ക്. ഓക്കെ, നമുക്ക് 35ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 34ാമത്തെ ചോദ്യത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഓക്സിജൻ. ഓക്സിജൻ ആരാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി എന്ന് പറയുന്ന ആളാണ് ഓക്സിജൻ കണ്ടെത്തുന്നത്. ജീവവായു എന്നാണ് ഈ ഒരു എലമെന്റ് അറിയപ്പെടുന്നത്. പ്രാണവായു എന്നും അറിയപ്പെടുന്നു. പ്രാണവായു സസ്യങ്ങൾ, അതേപോലെ തന്നെ ജന്തുക്കൾ, അതേപോലെ തന്നെ മനുഷ്യർ, ഇത്രയും ആൾക്കാര് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ എന്ന് പറയണം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്, മറന്നുപോകരുത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളതും ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളതും ഓക്സിജൻ ആണ്. ഓക്കെ, കത്താൻ സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അതും ഓക്സിജൻ ആണ്. ഇനി ഓക്സിജന്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ ഓസോൺ ആണെന്ന് പറയണം. ഇതാണ് ഓസോൺ. ഓക്സിജന്റെ പ്രധാനപ്പെട്ട ഐസോടോപ്പുകൾ ചോദിച്ചാൽ ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. ഓക്സിജന് പേര് കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ലാവോസിയെ ആണ് ഓക്സിജന് പേര് കൊടുത്തത്. ഇനി നമ്മൾ കുടിക്കുന്ന ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് ചോദിച്ചാൽ ഉത്തരം പറയണം 89% ഉണ്ടാവും. ഓക്കെ, നിറമില്ല, മണമില്ല, രുചിയില്ലാത്തൊരു വാതകമാണ് ഓക്സിജൻ. അപ്പം മുങ്ങൽ വിദഗ്ധരുണ്ടല്ലോ, സ്ക്യൂബ ഡൈവേഴ്സ്, അവർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ എന്തെല്ലാം ഉണ്ടാകും? ഓക്സിജൻ ഉണ്ടാകും, ഹീലിയം ഉണ്ടാകും, നൈട്രജൻ ഉണ്ടാകും. ഇതിന്റെ മൂന്നിന്റെയും മിശ്രിതമാണ് അതിനകത്തുണ്ടാവുക. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്, ഓസോൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പം ഓസോൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഞാൻ മണക്കുന്നു. ഓസോണിന്റെ അർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ്.
ഓക്കെ, ഞാൻ മണക്കുന്നു എന്നാണ്. ഇനി ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്നതിനെ എന്ത് പറയും? ജ്വലനം. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്നതിന് ജ്വലനം എന്ന് പറയും. ഇനി ഓർഗാനിക് ആയിട്ടുള്ള സംയുക്തങ്ങൾ ഓക്സിജനിൽ ജ്വലിച്ചാൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആയിരിക്കും. ഓക്സിജനിൽ നിന്നാണ് ഇത്രയും പോയിന്റുകൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനും കേൾക്കാം. വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ബാറ്ററികളാണ്. അവിടെ ഉപയോഗിക്കുന്ന ആസിഡിന്റെ പേര് സൾഫ്യൂരിക് ആസിഡ് എന്നാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ്. രാസപദാർത്ഥങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ് ആണ് ഈ വാഹനങ്ങളുടെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന 38% സൾഫ്യൂരിക് ആസിഡ് ആണ് വാഹനങ്ങളുടെ ബാറ്ററികളിൽ നിറയ്ക്കുന്നത് എന്ന് നമുക്ക് +2 പഠിക്കാനുണ്ട് കേട്ടോ. സൾഫ്യൂരിക് ആസിഡിന്റെ രാസവാക്യം H2SO4 എന്നാണ്. ഡൈനാമൈറ്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നു. ഈ ലോകത്ത് ഏറ്റവും കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ആസിഡിന്റെ പേര് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയണം. സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് 98 ഗ്രാം. സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 98 ഗ്രാം ആണ്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിലെ അനുകൂലമായ ഊഷ്മാവ് 450°C. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന ഒന്നാമത്തെ ഘട്ടം സൾഫറും ഓക്സിജനും കൂടെ കത്തിച്ച് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. രണ്ടാം ഘട്ടം സൾഫർ ഡൈ ഓക്സൈഡിനെ വീണ്ടും ഓക്സിജനിൽ പ്രവർത്തിപ്പിച്ച് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാക്കും. മൂന്നാമത്തെ ഘട്ടം സൾഫർ ട്രയോക്സൈഡിനെ ജലവുമായി സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിപ്പിച്ച് H2S2O7 എന്ന് പറയുന്ന ഒലിയം ഉണ്ടാക്കും. നാലാമത്തെ സ്റ്റെപ്പ് H2S2O7 എന്ന് പറയുന്ന ഒലിയത്തിൽ വെള്ളം ചേർത്ത് നമ്മൾ അതിനെ സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റും. ഈ ഒലിയം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ട പദമാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ നിറച്ചിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഡിറ്റർജന്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലമുള്ള ഗ്രഹത്തിന്റെ പേരാണ് ശുക്രൻ, വീനസ്, ശുക്രൻ. സൾഫ്യൂരിക് ആസിഡ് ഇങ്ങനെയെല്ലാമാണ്. സൾഫ്യൂരിക് ആസിഡ് ഒരു ഡൈബേസിക് ആസിഡ് ആണ്. 2 ഹൈഡ്രജനെ വിട്ടുകൊടുക്കാൻ കഴിയും. ഡൈബേസിക് ആയിട്ടുള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഇത്രയും പോയിന്റുകൾ പഠിക്കണം. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? വേഗതയെ സംബന്ധിച്ച് ഏത് സമവാക്യമാണ്? നമുക്കറിയാം, ദൂരം സമം വേഗത ഇൻറ്റു സമയം. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫോർമുലയാണ്. മാത്തമെറ്റിക്സിനകത്തും ഫിസിക്സിനകത്തും ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വേഗത കണ്ടുപിടിക്കാൻ ഈ സമയത്തെ അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പൊ ഇത് ശരിയാണ്. ഇനി വേഗത സമം ദൂരം, ഒരിക്കലും ഇത് ശരിയാവില്ല. വേഗത കണ്ടുപിടിക്കാൻ ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഉത്തരമായി തിരഞ്ഞെടുക്കേണ്ടത് ഇതാണ്. സി ആണ് ഉത്തരം. ഓക്കെ, ബാക്കി 2 ഉത്തരമല്ല. ഇതിൽ തെറ്റെന്ന് പറയുന്നത് ഏതെന്നാണ്? ഇതാണ് തെറ്റ്. അപ്പോൾ ഇവിടെ 36ന്റെ ഉത്തരം സി ആണ് കേട്ടോ. ശരി, 36ാമത്തെ ചോദ്യത്തില് നമ്മൾ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി യൂണിറ്റ് സമയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു എത്ര ദൂരം സഞ്ചരിക്കുമോ അതിനെയാണ് വേഗത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പ്രത്യേക ദിശയിലേക്ക് ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റമാണ്, സ്ഥാനമാറ്റമാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിശയിലേക്കുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഇനി യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന്റെ പ്രത്യേക ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേരാണ് പ്രവേഗം. അപ്പൊ വേഗതയും പ്രവേഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരം, ഒരു പ്രത്യേക 5 മിനിറ്റ് സമയം, അതുകൊണ്ട് ഒരു വസ്തു എത്ര ദൂരം സഞ്ചരിക്കുമോ അതിനെയാണ് അതിന്റെ വേഗത എന്ന് പറയുക. അപ്പൊ എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന്
ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ വിളിക്കുന്ന പേരാണ് പ്രവേഗം. അപ്പൊ വേഗതയും പ്രവേഗവും ഒന്നാണോ? ഒരിക്കലും ഒന്നല്ല. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിന്റെ നിരക്കാണ് ത്വരണം, ആക്സിലറേഷൻ. എന്താണ് ത്വരണം? ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിന്റെ റേറ്റ്, നിരക്കിനെ വിളിക്കുന്ന പേരാണ് ത്വരണം. ത്വരണം കണ്ടുപിടിക്കാൻ പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം, ഒരു വസ്തുവിന്റെ പ്രവേഗത്തിനുണ്ടാകുന്ന മാറ്റത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. 37ാമത്തെ ചോദ്യവും നിരവധി പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. വാട്ട് പവറിന്റെ ഇത്ര വാട്ട് പവർ. ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലത്തിന്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ ബലത്തിന്റെ. ആംബിയറും നമുക്കറിയാം അല്ലെ? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആണ് ആംബിയർ. സോ ഇവിടെ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം പ്രിസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥം ജൂൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. പ്രവൃത്തിയില്ലേ, പ്രവൃത്തി എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പ്രവൃത്തി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ബലത്തെ സ്ഥാനാന്തരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സ്ഥാനാന്തരം, അതായത് വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി പവർ എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് പറഞ്ഞേ. പവർ കണ്ടുപിടിക്കാൻ പ്രവൃത്തിയെ നമ്മൾ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ ജൂൾ എന്ന് പറയണം. ഓക്കെ, പവറിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ഒന്നുകിൽ നമുക്ക് വാട്ട് പറയാം, അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് പറയാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പറയാം. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ബലം എന്ന് പറയണം. ന്യൂക്ലിയർ ബലം. ശക്തി കുറഞ്ഞ ബലം ചോദിച്ചാൽ ഭൂഗുരുത്വാകർഷണ ബലം എന്നും പറയണം. ഓക്കെ ആണോ? ശരി, നമുക്ക് അടുത്ത ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനും കേൾക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്ത് എന്നതാണ് 38ാമത്തെ ചോദ്യം. ഉത്തരം ISRO എന്നാണ്. ISRO ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. തെറ്റിച്ച് കളയരുത്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ഒരിക്കലും നിങ്ങൾ ISRO പഠിക്കാതെ ഒരു പരീക്ഷയ്ക്ക് പോവരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. ഇത് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഏത് വർഷമാണ് ഇത് നിലവിൽ വന്നതെന്ന് ചോദിക്കാറുണ്ട്. 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ISRO സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അന്തരീക്ഷ ഭവൻ. അന്തരീക്ഷ ഭവൻ എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഓക്കെ, ഇനി 1972 മുതൽ 69 മുതൽ 72 വരെ ISRO പ്രവർത്തിച്ചിരുന്നത്, ഇസ്രോ എന്നും പറയാറുണ്ട്, ISRO പ്രവർത്തിച്ചിരുന്നത് ആണവോർജ വകുപ്പിന്റെ കീഴിലായിരുന്നു. ISRO 72 വരെ പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, ഇത് ബഹിരാകാശ വകുപ്പിന്റെ കീഴിലാകുന്ന വർഷം 1972 മുതൽ 72 വരെ, എന്നിട്ട് 72 മുതൽ ഇത് ബഹിരാകാശ വകുപ്പിന്റെ കീഴിലായി. ഇനി 1972 ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടന്റ്, നിലവിൽ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സോമനാഥാണ്. സോമനാഥ് യഥാർത്ഥത്തിൽ 5ാമത്തെ മലയാളിയാണ്. ISROയുടെ ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയാണ് സോമനാഥ്. ആദ്യത്തെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വിക്രം സാരാഭായി ആണ്. ആദ്യത്തെ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായി ആണ്. ഇത് ആരും മറന്നു പോകരുത്. ISROയെ കുറിച്ച് ഗംഭീരമായി നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. എൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണം. നമുക്ക് അടുത്ത ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. 39ാമത്തെ ചോദ്യം, നമ്മുടെ ശരീരത്തിൽ, മനുഷ്യന്റെ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ്? ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. 37 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ. അതുകൊണ്ട് 37 ഡിഗ്രി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. ശരിയായ ഉത്തരം 37 ഡിഗ്രിയാണ്. ശരീര ഊഷ്മാവ് കണ്ടെത്താൻ അല്ലെങ്കിൽ അത് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ ഉണ്ട്. അതിന്റെ പേരാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓക്കെ, അന്തരീക്ഷ ഊഷ്മാവാണെങ്കിൽ തെർമോമീറ്റർ ആണ്. എന്നാൽ ഉയർന്ന ഊഷ്മാവാണെങ്കിൽ പൈറോമീറ്റർ, എന്നാൽ താഴ്ന്ന ഊഷ്മാവാണെങ്കിൽ ക്രയോമീറ്റർ. ഓർമ്മിച്ചോണേ, ക്രയോമീറ്റർ, പൈറോമീറ്റർ, തെർമോമീറ്റർ,
പിന്നെ ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ. ശരീര ഊഷ്മാവ് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്: 1 ഡിഗ്രി സെൽഷ്യസ്, 2 ഡിഗ്രി ഫാരൻഹൈറ്റ്, 3 കെൽവിൻ. ഇതിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ഉത്തരം കെൽവിൻ ആണെന്ന് പറയണം. SI യൂണിറ്റ് കെൽവിൻ ആണ്, മറന്നു പോകരുത്. ഇനി ഒരു പദാർത്ഥത്തിന്റെ ഊഷ്മാവ് കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ഓക്കെ, നെഗറ്റീവ് താപനില കാണിക്കാത്ത സ്കെയിലാണ് കെൽവിൻ. ഈ കെൽവിൻ ഒരു പ്രത്യേകതയുണ്ട്, അതിനകത്ത് നെഗറ്റീവ് വാല്യൂ വരൂല. തെർമോമീറ്ററിനകത്ത് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് മെർക്കുറി. മെർക്കുറി അറ്റോമിക് നമ്പർ 80 ആണ്. ഐസ് ഉരുകുന്നത് എത്ര ഡിഗ്രിയിലാണെന്ന് ചോദിച്ചാൽ പറയണം 0 ഡിഗ്രിയിലാണ്. എത്ര ഡിഗ്രിയിലാണ്? 0 ഡിഗ്രിയിലാണ് ഐസ് ഉരുകുന്നത്. അതിനെ ഫാരൻഹീറ്റിൽ പറഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഐസ് ഉരുകുന്നത്. ജലം ഐസാകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം ഐസാകുന്നത്. ഓക്കെ, ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിനെ ഫാരൻഹീറ്റിൽ പറഞ്ഞാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 എന്ന് പറയുമെങ്കിലും SCERT പുസ്തകങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത് 36.9 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ഇതിനെ ഫാരൻഹീറ്റിൽ പറയുമ്പോൾ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയും. കെൽവിനിൽ പറയുമ്പോൾ 310 കെൽവിൻ എന്നും പറയും. മറന്നുപോകല്ലേ, ഈ പോയിന്റുകളെല്ലാം, ഈ വാല്യൂസ് എല്ലാം ഗംഭീരമായി പഠിച്ചു വെക്കണം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായി നിലയ്ക്കുന്ന ഊഷ്മാവാണ് കേവല പൂജ്യം. കേവല പൂജ്യത്തിന്റെ ഇംഗ്ലീഷാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. കേവല പൂജ്യം, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായി നിലയ്ക്കുന്ന ഊഷ്മാവ്. ഈ കേവല പൂജ്യം എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറക്കരുത് കേട്ടോ. ഇനി ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് -40. മറക്കരുത്. ഇനി ഫാരൻഹീറ്റ് സ്കെയിലിലും അതേപോലെ കെൽവിൻ സ്കെയിലിലും ഒരേ ഊഷ്മാവ് കാണിക്കുന്നത് പോയിന്റാണ് 574.25. ഈ വാല്യൂസ് ഒന്നും മറക്കരുത്. ആവർത്തന ചോദ്യങ്ങളാണ്. നമുക്ക് അവസാനത്തെ ചോദ്യവും അതിൻ്റെ എക്സ്പ്ലനേഷനും കേൾക്കാം. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുല ഏതാണ്? ലെൻസ് എന്ന് പറഞ്ഞ പോർഷൻ ഗംഭീരമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുലയാണ് പവർ ഇസ് ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത്. അപ്പം P ഇസ് ഈക്വൽ ടു ഒരു ലെൻസിന്റെ പവർ തീരുമാനിക്കുന്നത് 1 ഫോക്കൽ ലെങ്ത് ആണ്. 1 ഫോക്കൽ ലെങ്ത്. പവർ ഇസ് ഈക്വൽ ടു 1/f. ഒരു ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ പറയണം ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ. ഇനി ഒരു ലെൻസിന്റെ പ്രകാശ കേന്ദ്രവും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള അകലത്തെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുക. നമ്മൾ ഇതിന്റെ ലെൻസിന്റെ ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ലെൻസിന്റെ പ്രകാശം വരുന്ന ആ പ്രകാശ കേന്ദ്രത്തിനും അതുപോലെ തന്നെ മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള അകലത്തെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുക. ഓക്കെ, ഇത് മറന്നു പോകരുത്. ഇനി വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും. ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാം, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല. ഈ പ്രശ്നത്തെ നമ്മൾ എന്തു പറയും? ദീർഘദൃഷ്ടി എന്ന് പറയും. എന്ന് വെച്ചാൽ വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്, അടുത്തുള്ളതിനെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇത് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസിന്റെ പേരാണ് കോൺവെക്സ് ലെൻസ്. ദൂരെയുള്ളതിനെ കാണാം, അടുത്തുള്ളതിനെ കണ്ടുകൂടാ. അടുത്തുള്ളതിനെ കാണാം, ദൂരെയുള്ളതിനെ കണ്ടുകൂടാ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ വിളിക്കുന്ന പേര് പറഞ്ഞേ, ഹ്രസ്വദൃഷ്ടി എന്ന് പറയും. ഹ്രസ്വദൃഷ്ടി. അതെങ്ങനെ പരിഹരിക്കും? കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കും. ഓക്കെ, ഇത് രണ്ടും മറന്നു പോകരുത്, കോൺകേവും കോൺവെക്സും. ഇനി കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് ഉത്തല ലെൻസ് എന്ന് പറയും. ഓക്കെ, ഉത്തല ലെൻസ് എന്നാണ് പറയുക. കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് ഉത്തല ലെൻസ്. കോൺവെക്സിന്റെ മറ്റൊരു പേരാണ് ഉത്തല ലെൻസ് എന്ന് പറയും. മറന്നു പോകരുത്. സംപ്രജന ലെൻസ് എന്നും കോൺവെക്സിനെ പറയും. എന്നാൽ വിവ്രജന ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഇനി ഒരു വസ്തുക്കളെ വലുതാക്കി കാണണം. മാഗ്നിഫയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്.
മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ എന്താ പറയുക, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ഇതിലെല്ലാം എന്താണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ അതെല്ലാം കോൺവെക്സ് ആണ് ഉപയോഗിക്കുക. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൺകേവ് വിവ്രജന ലെൻസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇനി ഇതിനകത്ത് ഈ ഒരു പോയിന്റ്, ഒരു ലെൻസിന്റെ ഫോക്കൽ ദൂരവും പവറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പവർ കണ്ടുപിടിക്കാൻ 1/f ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ സയൻസ് ക്ലാസ്സിലെ ഖാദി ബോർഡ് LD-യുടെ 20 ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട് വന്ന വസ്തുതകളും ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത 2023 8-ാം മാസം നടന്ന ഒരു യൂണിവേഴ്സിറ്റി LGS-ഉമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കാറ്റഗറി 141 2023 ക്വസ്റ്റ്യൻ കോഡ്, അവിടെ നിന്ന് ഒരു 20 ചോദ്യങ്ങളും, ഈ 20 40 ചോദ്യങ്ങൾ നമ്മുടെ വിവരപ്പട്ടികയിലായിട്ടുണ്ട്. ക്വസ്റ്റ്യനായിട്ട് മാത്രം വസ്തുതകൾ ഏകദേശം 300ഓളം വസ്തുതകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വരുന്ന അടുത്ത സെഗ്മെന്റുകൾ, നിങ്ങളെ കാത്ത അടുത്ത സെഗ്മെന്റുകൾ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. തുടർച്ചയായ സെഗ്മെന്റുകളിലൂടെ സയൻസിനെ വളരെ ഭദ്രമാക്കി നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു സെഗ്മെന്റിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.